മലയാള സിനിമയിലെ ഒരു ധീരമായ തിരഞ്ഞെടുപ്പാണ് ഭ്രമയുഗം എന്ന സിനിമ. കറുപ്പിന്റെയും വെളുപ്പിന്റെയും സൗന്ദര്യ ശാസ്ത്രത്തെ ഉൾക്കൊണ്ട് കഥ പറയുന്ന സിനിമ കാഴ്ചക്കാരെ 18ാം നൂറ്റാണ്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതുല്യമായ അനുഭവം നൽകുന്നുണ്ട്. തന്റെ പതിവ് നായക വേഷങ്ങളിൽ നിന്ന് മാറി തീർത്തും വ്യത്യസ്തമായിട്ടാണ് മമ്മൂട്ടി ചിത്രത്തിൽ എത്തുന്നതെന്ന് കണ്ടവർ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. കൊടുമൺ പോറ്റി എന്ന കഥാപാത്രം ഇതുവരെ മലയാളികൾ കണ്ട മമ്മൂട്ടിയല്ല. മമ്മൂട്ടിക്ക് ഇത്രയും ക്രൂരനായ ഒരു വില്ലനാകാൻ കഴിയില്ല എന്ന് പ്രേക്ഷകർ വിശ്വസിക്കുന്നിടത്താണ് ആ കഥാപാത്രം വേറിട്ടതാകുന്നത്. ഇപ്പോൾ ഭ്രമയുഗത്തെ അഭിനന്ദിച്ച് സ്വാമി സന്ദീപാനന്ദഗിരി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായ മമ്മൂട്ടി ഭ്രമയുഗത്തിലെ അഭിനയം കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും സിനിമാ ലോകത്തെ തന്നെ ഭ്രമിപ്പിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു. സിനിമയ്ക്ക് മികച്ച പ്രതികരണം ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് താരങ്ങളെയും അണിയറ പ്രവർത്തകരെയും അഭിനന്ദിച്ചുകൊണ്ടുള്ള സന്ദീപാനന്ദഗിരിയുടെ കുറിപ്പ്. ഭ്രമയുഗം ഒരു ക്ലാസിക് സിനിമയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ദീപാനന്ദഗിരിയുടെ അഭിനന്ദനം. അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: ഭാരതീയ ധർമ്മശാസ്ത്രങ്ങളിൽ 4 യുഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആദ്യത്തേത് കൃതയുഗം അഥവാ സത്യയുഗം, രണ്ടാമത്തേത് ത്രേതായുഗമാണ്, മൂന്നാമത്തേത് ദ്വാപരയുഗം, നാലാമത്തേത് കലിയുഗം. ഇവയാണ് ചതുർയുഗങ്ങൾ. പുരാണങ്ങളിൽ ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും ഏറ്റക്കുറച്ചിലുകളെ ഈ 4 യുഗങ്ങളിലൂടെ പറയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ മനുഷ്യനിലെ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ അവസ്ഥകളെ യുഗങ്ങളോട് ചേർത്ത് ഉപമിച്ചിരിക്കുന്നതും കാണാനാവും. ഭ്രമയുഗം ഒരു ക്ലാസിക് സിനിമയാണ്. ഈയാമ്പാറ്റ അഗ്നിയിലേക്ക് എന്നതുപോലെ സ്വയമേവ ഭ്രമയുഗത്തിൽപ്പെട്ട് ഉഴലുന്ന ആധുനിക മനുഷ്യരുടെ കഥ. ആൽഫ, ഫ്രാൻസിസ് ടിക്കോര, സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായികി, പച്ച, മഞ്ഞ, ചുവപ്പ്, അന്തർ, ബദിരർ, മൂഗർ, മാമ ആഫ്രിക്ക തുടങ്ങിയ ക്ലാസിക്കുകൾ മലയാളത്തിന് സമ്മാനിച്ച അതുല്യ പ്രതിഭയായ TD രാമകൃഷ്ണനാണ് ഭ്രമയുഗത്തിലെ കഥാപാത്രങ്ങൾക്ക് സംഭാഷണം ഒരുക്കിയിരിക്കുന്നത്. മഹത്തായ ആശയങ്ങൾ ഗർഭം ധരിച്ചിരിക്കുന്നു ഓരോരുത്തരുടെയും വാക്കുകളിൽ. ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായ മമ്മൂട്ടി ഭ്രമയുഗത്തിലെ അഭിനയം കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും സിനിമാ ലോകത്തെ തന്നെ ഭ്രമിപ്പിക്കുന്നുണ്ട്. ഓസ്കാറിൽ കുറഞ്ഞതൊന്നും ഈ മനുഷ്യൻ അർഹിക്കുന്നില്ല. അർജുൻ അശോകൻ, സിദ്ധാർത്ഥ്, അമാൽഡ ലിസ് എന്നിങ്ങനെ എല്ലാവരും അഭിനയം കൊണ്ട് പെരുമ്പറ കൊട്ടിയിരിക്കുന്നു. സംവിധാനവും ക്യാമറയും സംഗീതവുമെല്ലാം ആനന്ദിപ്പിക്കുന്നുണ്ട്. ഒപ്പം അണിയറയിലെ എല്ലാ പ്രവർത്തകർക്കും നമോവാകം. ഇങ്ങനെയാണ് സന്ദീപാനന്ദഗിരിയുടെ കുറിപ്പ് അവസാനിക്കുന്നത്. കേരളത്തിനകത്തും പുറത്തുമായി നിരവധി പേരാണ് മമ്മൂട്ടിയെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ഭൂതകാലം എന്ന സിനിമയൊരുക്കിയ സംവിധായകൻ രാഹുൽ സദാശിവന്റെ വേറിട്ട പരീക്ഷണം. മമ്മൂട്ടി പകർന്നാടിയ സിനിമയിൽ ഒപ്പത്തിനൊപ്പം അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂഡിൽ ഒരുക്കിയ സിനിമയ്ക്ക് വമ്പൻ മൗത്ത് പബ്ലിസിറ്റി ലഭിച്ചു കഴിഞ്ഞു. ചിത്രം ഹിറ്റായതോടെ മാസങ്ങൾക്ക് മുമ്പ് ആസിഫ് അലി നൽകിയ അഭിമുഖവും വൈറലായി കഴിഞ്ഞു. ഭ്രമയുഗത്തിലേക്ക് മമ്മൂട്ടിക്കൊപ്പം അഭിനയിക്കാൻ ആദ്യം വിളിച്ചത് ആസിഫ് അലിയെ ആയിരുന്നു എന്ന് പ്രേക്ഷകർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അർജുൻ അശോകൻ ചെയ്ത വേഷത്തിലേക്കാണ് തന്നെ വിളിച്ചതെന്നും ആസിഫ് അലി 5 മാസങ്ങൾക്ക് മുമ്പ് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. സിനിമ ഒരു എക്സ്ട്രാ ഓർഡിനറി സംഭവമായിരിക്കുമെന്ന് ആസിഫ് അലി അന്ന് പറഞ്ഞതും ഇന്ന് സത്യമായിട്ടുണ്ട്. അത്രയും വിശ്വാസം ഉണ്ടായിരുന്നിട്ടും ആസിഫ് അലി എന്തുകൊണ്ട് സിനിമയോട് നോ പറഞ്ഞു എന്നതാണ് ആരാധകരുടെ ചോദ്യം. ഭ്രമയുഗത്തിന്റെ ഷൂട്ടിംഗ് റീഷെഡ്യൂൾ ചെയ്ത സമയത്ത് തന്റെ മറ്റൊരു സിനിമയുടെ ഡേറ്റുമായി ക്ലാഷായി എന്നും ഏറ്റെടുക്കാൻ വേറെ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഭ്രമയുഗം ചെയ്യാൻ പറ്റാതെ പോയതെന്നും അതിൽ വലിയ വിഷമമുണ്ട് എന്നുമാണ് ആസിഫ് അലി വിശദീകരിച്ചത്. സോക്കോൾഡ് സിനിമകൾ എടുക്കാൻ നിലനിൽപ്പിന്റെ പ്രശ്നമോർത്ത് നടന്മാർ മടിക്കുമ്പോൾ ആ പേടി മാറ്റിത്തന്ന നടനാണ് മമ്മൂക്കയെന്നും റോഷാക്ക് എന്ന ചിത്രം ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വെല്ലുവിളികൾ നിറഞ്ഞ കഥാപാത്രങ്ങൾ ഒരു നടനെന്ന നിലയിൽ എടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നുവെന്നും ആസിഫ് അലി വ്യക്തമാക്കുന്നുണ്ട്. അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഭ്രമയുഗം എന്ന സിനിമയെന്നും ആ സിനിമയെക്കുറിച്ചുള്ള മമ്മൂട്ടിയുടെ ജഡ്ജ്മെന്റ് വിശ്വസിക്കാൻ കഴിയാത്തതാണെന്നും ഭ്രമയുഗത്തിലെ ആ വേഷം മമ്മൂക്ക ചെയ്യുമെന്ന് താൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്നുമാണ് ആസിഫ് അലി കൂട്ടിച്ചേർക്കുന്നത്. ഒപ്പം ആസിഫ് അലി മറ്റു ചില കാര്യങ്ങൾ കൂടി വെളിപ്പെടുത്തിയിരുന്നു. ഭ്രമയുഗം എന്ന സിനിമ ഏറ്റെടുത്ത് ചെയ്യണമെങ്കിൽ അതിനൊരു ധൈര്യം വേണം. അത് മമ്മൂട്ടി കാണിച്ചു എന്നതാണ് അത്ഭുതപ്പെടുത്തിയത്. അത് വളരെ ഇൻസ്പയറിംഗുമാണ്. അതുകൊണ്ടാണ് ഇന്നും അദ്ദേഹം മലയാളത്തിലെ മഹാനടനായി നിൽക്കുന്നത്. സിനിമ ഓടുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ മലയാളത്തിലെ നമ്പർ 1 സിനിമയായിരിക്കും അതെന്നാണ് ആസിഫ് അലി അന്ന് പറഞ്ഞത്. ആ പ്രഡിക്ഷൻ ശരിയായി എന്ന് ഇന്ന് ആരാധകർ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്.